ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് എന്തു ചെയ്തിട്ടും തീരാത്ത ദുരിതങ്ങൾ. ഈ ഒരു കാര്യം രാവിലെ ഈറനോട് ഈ ഒരു നാമം ഉരുവിട്ടാൽ തുടർച്ചയായിട്ടൊരു 41 ദിവസം ഉരുവിടുകയാണെങ്കിൽ തീരാ ദുരിതങ്ങൾ തീർന്നിരിക്കും. വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ ഇതൊരു വളരെ രഹസ്യമായൊരു വിദ്യയാണ്, നാരായണൻ്റെ വിദ്യയാണ്. അപ്പം ഇത് തുടർച്ചയായിട്ട് 41 ദിവസം സ്ത്രീകൾക്കും എല്ലാം ചെയ്യാം. ഇതിന് ശുദ്ധി അശുദ്ധി ഒന്നും ബാധകമല്ല. പുരുഷന്മാർക്കും ചെയ്യാം, സ്ത്രീകൾക്കും ചെയ്യാം. തുടർച്ചയായിട്ട് 41 ദിവസം രാവിലെ ഈറനോടെ ചെയ്യണം. മഹാവിഷ്ണുവിൻ്റെ നാരായണൻ്റെ ഒരു വിദ്യയാണ്. ഇത് ചെയ്താൽ തീരാ ദുരിതങ്ങൾ തീർന്നിരിക്കും. വിശ്വാസത്തോടെ ചെയ്യണം, ചെയ്യേണ്ട രീതി ചെയ്യണമെന്ന് മാത്രം. സാമ്പത്തിക ദുരിതങ്ങളായിക്കോട്ടെ, വീട്ടിലെ കഷ്ടപ്പാടുകളായിക്കോട്ടെ, കലഹങ്ങളായിക്കോട്ടെ, എന്തു ചെയ്താലും കടബാധ്യതകൾ മാറുന്നില്ല, സാമ്പത്തിക ദുരിതങ്ങൾ മാറുന്നില്ല, വീട്ടിൽ നിന്നും കലഹമാണ്. ഓരോരുത്തരും ഓരോ വഴിയാണ്. അച്ഛനൊരു വഴി, അമ്മയൊരു വഴി, അല്ലെങ്കിൽ മക്കൾ ഒരു വഴി, പറഞ്ഞാൽ കേൾക്കത്തില്ല, അവരുടേതായ ഇഷ്ടത്തിലുള്ള ജീവിതമാണ്. ഇങ്ങനെ നാനാവിധത്തിലുള്ള ദുരിതങ്ങളും വലിയ സാമ്പത്തിക ബാധ്യതകളും ഒക്കെ ഭഗവാൻ മാറ്റിത്തരും. ഒരു മണ്ഡലകാലം. ഇത് ലളിതമായി ചെയ്യാവുന്ന കാര്യം, എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാവുന്ന കാര്യമാണ്, ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഭഗവാൻ മാറ്റിയിരിക്കും. ചെയ്തവർക്ക് ബലമുണ്ടായിട്ടുണ്ട്. ഇത് വിശ്വാസത്തോടു കൂടി ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങൾ കൂടെ മനസ്സിലാക്കി വേണം ചെയ്യാൻ. അപ്പോഴാണ് ബലമുണ്ടാകുന്നത്. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ ആരും നിങ്ങൾക്ക് ഒരിക്കലും പറഞ്ഞു തരത്തില്ല. അപ്പം ഞാൻ ശിവവിദ്യ ചെയ്യുന്ന ആളാണ്. ക്രിയാകുണ്ടലി പ്രാണായാമം സ്വീകരിച്ചതാണ്. ശിവൻ്റെ അനുഭവം ഉണ്ടായതാണ്. ഭഗവാന്റെ ഓച്ചിറ ഉണ്ടിക്കാവി ഇരുന്നപ്പോഴും തിരുനക്കര ക്ഷേത്രത്തിൽ ഇരുന്ന് ശിവവിദ്യ ചെയ്തപ്പോഴും സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് അനുഭവം, ആ ഒരു ഭഗവാനിൽ ലയിച്ചിരിക്കാൻ ഭഗവാന്റെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായതാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണെന്ന് വിചാരിക്കുക. ഇതാരും ഒരിക്കലും നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞു തരാൻ സാധിക്കത്തില്ല. അത്ര ചില കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ ശിവൻ്റെ രഹസ്യമുണ്ട്, നാരായണൻ്റെ ചില രഹസ്യ വിദ്യകളുണ്ട്, മുരുകൻ്റെ ചില രഹസ്യ വിദ്യകളുണ്ട്. ഇതെല്ലാം ആ ശിവനിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കുക. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും എത്രയോ ജീവിതങ്ങൾ മാറ്റിയിരിക്കുന്നു. ഇത് ശരിക്കും മനസ്സിലാക്കുക. അതോടൊപ്പം ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. കുറച്ച് വർക്കുകൾ എടുക്കുന്നുള്ളൂ. അത് സമയമെടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് വർക്കുകളെ എടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പിന്നെ അത് ചെയ്യേണ്ട രീതിയും അങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അതൊക്കെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. കാരണം എനിക്ക് വെറുതെ സമയം കളയാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ആളാണ് ഞാനൊരു സമയം ബുദ്ധിമുട്ടി നിങ്ങൾക്കത് ചെയ്തു തരുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം കിട്ടുമ്പോഴേ എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അങ്ങനെ എനിക്ക് ഒരു ഉയർച്ച ഉണ്ടാകണം, എനിക്ക് എന്ത് കാര്യങ്ങളാണെങ്കിലും ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം നോക്കുക. അല്ലാത്തവർ നോക്കണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ ഇപ്പോൾ ക്രിയാകുണ്ടലിലെ പ്രാണായാമം ആണെങ്കിലും പല വിദ്യകളും ഞാൻ ആർക്ക് പറഞ്ഞു കൊടുത്താലും ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരാൾക്ക് പ്രയോജനം കിട്ടണം, അതിനുവേണ്ടി മാത്രം എൻ്റെ സമയം കളയാൻ ഞാൻ ഒരുക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ അല്ലാത്തൊരു താല്പര്യം ഇത് ചെയ്യാമെന്നുള്ളവർ മാത്രം നോക്കുക. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് കൊടുക്കാൻ സാധിക്കുന്നില്ല. അത് ഈ മൊത്തം മാസങ്ങളോളം ബുക്കിംഗ് തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് ചിലരെയൊക്കെ അങ്ങ് നോക്കി പറഞ്ഞു കൊടുക്കും. എങ്കിലും ആ ക്രമത്തിൽ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ചിലർക്ക് എന്നാലും ഇടയ്ക്ക് ഡേറ്റ് കൊടുക്കും. അപ്പോൾ എന്നാലും ഒരു പരിധി കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ്. രാവിലെ കുളിച്ച് തല തോർത്തുന്നതിന് തൊട്ട് മുമ്പ് ഈറനോടെ വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ വടക്കോട്ട് നിന്നുകൊണ്ട് കുളിമുറി എന്നുകൊണ്ട് ഓം നമോ നാരായണായ എന്നൊരൊറ്റ തവണ ജപിക്കുക മതി. പിന്നെ പെട്ടെന്ന് തല തോർത്തിട്ട് നിങ്ങൾക്ക് വലതുകാലം വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങാം. പിന്നെ വേറെ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നുണ്ട്, അതൊക്കെ അങ്ങനെ ചെയ്യുക. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യുക. ഇതെല്ലാ ദിവസവും രാവിലെ ചെയ്യുക. ഓം നമോ നാരായണായ ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം പറയുമ്പോഴേ നിങ്ങൾക്കത് ഫലമാകത്തുള്ളൂ. അതുകൂടെ കേൾക്കുക. ഒരു കാര്യം നിങ്ങൾക്ക് അനുഭവത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ചെയ്യണം. അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ഈ ഓം നമോ നാരായണായ എന്ന് മാത്രം ഒരു തവണ ജപിക്കുക. വടക്കോട്ട് തിരിഞ്ഞ് ഈറനോടെ തല തോർത്താതെ പെട്ടെന്ന് എന്നിട്ട് തല തോർത്തുക. എന്നിട്ട് വലതുകാലം വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾ തല തോർത്തി കഴിഞ്ഞ് നിങ്ങൾ ജപിക്കുന്ന മന്ത്രങ്ങൾ ജപിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇത് ദിവസവും രാവിലെ ചെയ്യണം. ഓം നമോ നാരായണായ എന്ന് മാത്രം ജപിക്കുക. ഓം നമോ നാരായണായ നമ എന്ന് ജപിക്കേണ്ട. ഓം നമോ നാരായണായ എന്ന് മാത്രം ജപിക്കുക. അപ്പോൾ ഇങ്ങനെ ജപിച്ചാൽ എന്താണ് പ്രയോജനം? ഇങ്ങനെ ജപിക്കുന്നതിന് പുറകിലുള്ള രഹസ്യം എന്താണ്? ഇങ്ങനെ ജപിക്കുന്നത് ഞാനതെല്ലാം പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ ബലി ഇടാൻ നേരത്ത് നിങ്ങൾക്കൊക്കെ അറിയാം, ക്ഷേത്രത്തിൽ പോയി നമ്മൾ കുളമുണ്ട്, കുളത്തിൽ മുങ്ങി കുളിച്ച് വന്നാണ് ബലിയിടുന്നത്. അപ്പം ആ ജലാംശത്തോടു കൂടിയാണ് ബലിയിടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബലിയിടാനിരിക്കുമ്പം ഈ ജലം, ഗംഗയും ഒക്കെ ജലത്തിലേക്ക് ആവാഹിച്ച്, അതുപോലെ ദർഭ വെച്ച് വിഷ്ണുപാദത്തിൽ നിന്നും പിതൃക്കളെ ആവാഹിച്ച് ശേഷം ആ എള്ള് തൊട്ട്, ജലം തൊട്ട്, പൂ തൊട്ട് ഒക്കെ അവിടെ സമർപ്പണം ചെയ്ത് ആ പിണ്ടം സമർപ്പിച്ച് വിഷ്ണുപാദത്തിലേക്ക് ഉദ്ദേശിക്കുന്നു. ഇവിടെയെല്ലാം ജലം തൊട്ടുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട്. ഈറനോടെ കുളിച്ചു വന്നാണ് ചെയ്യുന്നത്. 1. 2, നമ്മൾ എള്ളും പൂവും ജലവും കൂടാണ് തൊട്ട് പിതൃക്കൾക്ക് വേണ്ടി ബലിയിടുമ്പോൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഈ ജലം തൊട്ടുള്ള ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട്. പണ്ട് കാലങ്ങളിൽ കുളിച്ചീറനോടെ ക്ഷേത്ര ദർശനം ചെയ്യുമായിരുന്നു. ഇപ്പോഴത് പറ്റത്തില്ല. ഇപ്പോഴത് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളുമല്ല. എന്ന് പറഞ്ഞ പോലെ ഭദ്രകാളിയുടെ കുളിച്ചീറനോടെ ചില പ്രാർത്ഥനകൾ നടത്തി ഞാൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്ത ആളുകളുണ്ട്. ഒരുപാട് നടക്കാത്ത കാര്യങ്ങൾ, ആധാരം കാണാതെ പോയത് കിട്ടിയത്, ജോലി കിട്ടിയത്, കേസ് സമരമായത്, പല കാര്യങ്ങളും വിജയിച്ചത്, ജോലി പ്രമോഷൻ കിട്ടിയത്, നടക്കാത്ത കാര്യങ്ങൾ ഒരുപാട്, സ്ഥലവും വീടും വിറ്റുപോയത്, ഒരുപാട് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. വീഡിയോയിൽ പറയാത്തതും 10,000-കണക്കിന് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈറനോടെയുള്ള ഭദ്രകാളിയുടെ പ്രാർത്ഥന കൊണ്ടാണ്. അത് എനിക്കൊരു ഭദ്രകാളിയുടെ ഭക്ത പറഞ്ഞു തന്ന കാര്യമാണ്. ആദ്യമായി എനിക്ക് ആ കാര്യം പറഞ്ഞു തന്നത് ഞാനൊരു ബുദ്ധിമുട്ടിൽ പെട്ട സമയത്താണ് എന്നോട് ഈ ഒരമ്മ, ഭദ്രകാളിയുടെ ഭക്തയാണ്, നീ ഇങ്ങനെ ചെയ്യുക കുളിച്ചീറനോടെ. അപ്പം ഞാൻ ചോദിച്ചു, അത് കുളിമുറിയും ടോയ്ലറ്റുകളുള്ള ഒരു സംവിധാനമായിരുന്നു ഞാൻ അവിടെ താമസിക്കുന്നത്. അപ്പം ഞാനിപ്പം വിചാരിച്ചു ഇവിടെ ചെയ്താൽ ഫലം കിട്ടുമോ? പക്ഷേ എനിക്ക് അന്ന് ഉച്ചയായപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടി. അതിൻ്റെ ശക്തി മനസ്സിലായി. അന്ന് തൊട്ട് എത്രയോ ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അവരെല്ലാം ഒരുപാട് പലതും വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങൾ വാട്സപ്പിൽ കിടക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. കുളിച്ചീറനോടെ കുളിമുറിയിൽ നിന്നുള്ള പ്രാർത്ഥന. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞത് കുളിച്ചീറനോടെ തല തോർത്താതെ കുളിമുറിയിൽ നിന്ന് വടക്കോട്ട് തിരിഞ്ഞ് ഓം നമോ നാരായണായ ജപിക്കുക. ഒരൊറ്റ മന്ത്രജപം മതി. ഈറനോടെ ജലാംശത്തോടെ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് പിതൃപ്രീതി, നാരായണൻ്റെ അനുഗ്രഹം ആ സെക്കൻഡിലെ നിങ്ങൾക്കുണ്ടാവും. അവിടെ വേറെ കാര്യങ്ങളൊന്നും വേണ്ട. ഒരൊറ്റ വിളി മതി. ഒരു തവണ ജപിക്കാനേ പറഞ്ഞുള്ളൂ. നാരായണൻ്റെ അനുഗ്രഹം വൈകുണ്ഠത്തിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തും. പിതൃപ്രീതി ഉണ്ടാകും. അതിനപ്പുറത്ത് വലിയ കാര്യങ്ങൾ ഒന്നുമില്ല. ഭഗവാൻ നാരായണൻ്റെ പരമമായ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തും. അതോടുകൂടി നിങ്ങളുടെ ദാരിദ്ര്യം വിട്ടകലും, നിങ്ങളുടെ കർമ്മദോഷങ്ങൾ വിട്ടകലും, നിങ്ങളുടെ കുടുംബദോഷങ്ങൾ വിട്ടകലും, നിങ്ങളുടെ ശാപദോഷങ്ങൾ വിട്ടകലും, സർവ്വദോഷങ്ങളെയും നാരായണൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടതുവരെ ജീവിതത്തിൽ നിന്ന് വിട്ടകലും. ഇതിലടുപ്പിച്ച് 41 ദിവസം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു സ്വഭാവത്തിൻ്റെ, ശീലത്തിൻ്റെ ഭാഗമാകും. അതുകൊണ്ടാണ് 41 ദിവസം റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞത്. 41 ദിവസം ചെയ്യുന്ന ഏതൊരു കാര്യവും നമ്മുടെ മനസ്സ് അതൊരു ശീലമാക്കി മാറ്റും. മനസ്സിൽ അതിന് പ്രത്യേക സ്ഥാനമുണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ദിവസവും ചെയ്യാം, എന്നും 41 ദിവസം കഴിഞ്ഞാലും ചെയ്യാം, എന്നും ചെയ്യാം. ഒരു തവണ വിളിച്ചാൽ മതി. ജലാംശത്തോടുകൂടി. എന്താ ഈ ജലാംശത്തോടു കൂടിയുള്ള പ്രാർത്ഥനകൾക്ക് ഇത്ര ബലം ലഭിക്കുന്നത്? പിന്നെ ജലത്തിനകത്തുനിന്ന് പെട്ടെന്ന് പോലെ ശക്തിയും വരുന്നതുകൊണ്ടാണോ? നോ, നെവർ. അതല്ല. ജലാംശത്തും കൊണ്ട് ഇപ്പം നമ്മൾ ഈറനോടെ എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിനൊരു ഉണർവാണ് ഉണ്ടാകുന്നത്. ജലാംശം നമ്മുടെ ശരീരത്ത് തൊടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ജലം സ്പർശിക്കുമ്പോൾ, അപ്പം ഈറനോടെ എന്ന് പറയുമ്പോൾ ശരീരം അടിമൊഴി ഒരു ഉണർവാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ആ സമയം മനസ്സ് പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കും. നമുക്കൊരു ഉണർവ് ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് ആ നിമിഷത്തിലായിരിക്കും.
അതുകൊണ്ടാണ് ജലാംശത്തോടു കൂടിയുള്ള പ്രാർത്ഥനകൾ പെട്ടെന്ന് ഫലം ലഭിക്കുന്നത്. നമ്മുടെ മനസ്സൊരു പെട്ടെന്ന് ആ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരും, പ്രസൻറ്റ് നിമിഷത്തിലേക്ക്, ആ നിമിഷത്തിലേക്ക് മനസ്സ് വരും. മനസ്സ് പാസ്റ്റിൽ നിന്നും ഫ്യൂച്ചറിൽ നിന്നും വിട്ട് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് മനസ്സ് വരും. അതുകൊണ്ടാണ് ഈറനോടെയുള്ള പ്രാർത്ഥനകൾ പെട്ടെന്ന് ഫലം കാണുന്നത്. നമ്മുടെ ആ ഒരു ജലം, നമ്മൾ വെള്ളം ഇങ്ങനെ കുളിക്കുമ്പോൾ ആ ഉണർവ് വരുമ്പോൾ ആ ഉണർവ് നമ്മുടെ മനസ്സിലും ഉണ്ടാകും. അതുകൊണ്ടാണ് ജലാംശത്തോടു കൂടിയുള്ള പ്രാർത്ഥനകൾ, കുളി കഴിഞ്ഞുള്ള പ്രാർത്ഥനകൾ ഒക്കെ പെട്ടെന്ന് ഫലം കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മണി അടിച്ചിട്ട് പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് ഫലം ഉണ്ടാകും. ഈ മണിയടി ശബ്ദം കേൾക്കുമ്പോഴും മനസ്സ് പ്രസൻറ്റ് മൊമെൻറ്റിലാവും, നമ്മൾ പെട്ടെന്ന് ആ നിമിഷത്തിൽ വരും. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജലാംശത്തോടു കൂടിയുള്ള പ്രാർത്ഥനകൾ ഫലം പെട്ടെന്ന് കാണുന്നതിൻ്റെ രഹസ്യം. ഇനി നിങ്ങളിപ്പോൾ രാവിലെ കൈയും കാലും മുഖം കഴുകിയിട്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയാലും പെട്ടെന്ന് ഫലം ഉണ്ടാകും, ഒരു ഉണർവ് നമുക്കുണ്ടാകും. ഇനി കാലും കൈയും മുഖം കഴുകിയിട്ട് ക്ഷേത്രദർശനം നടത്തി നോക്കിക്കേ, പെട്ടെന്ന് ഫലം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഞാനെന്താ പറയുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല, ഒരിടത്തും കിട്ടത്തില്ല. ഞാൻ എത്ര നാൾ പറയുമെന്ന് എനിക്കറിയത്തില്ല, അതൊക്കെ ശിവനാണ് തീരുമാനിക്കുന്നത്. കാരണം നമ്മുടെ ആരോഗ്യവും കാര്യങ്ങളും ഒക്കെ ഭഗവാന്റെ കയ്യിലാണ്. അപ്പം ഞാൻ പറയാവുന്നിടത്തോളം നല്ല കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞു തരും, അത് പ്രയോജനപ്പെടുത്തിക്കോണം. ഇനി ഇതുപോലെ ഒരു അറിവ് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാനും പോകുന്നില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ ആരും നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര വിശദമായി ഇതുപോലുള്ള രഹസ്യങ്ങൾ ആരും പറഞ്ഞു തരത്തില്ല. അത് അഗസ്ത്യരുടെ താളിയോല മന്ത്രമായിക്കോട്ടെ, ശിവവിദ്യ ആയിക്കോട്ടെ, ഭദ്രകാളി വിദ്യ ആയിക്കോട്ടെ, മുരുകൻ്റെ വിദ്യ ആയിക്കോട്ടെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങളിലേക്ക് ആരും പറഞ്ഞു തരത്തില്ല. ഞാൻ ഒരു വിദ്യ പറഞ്ഞു തന്നു, മുരുകൻ്റെ ഇവിടുന്ന് ഒരു വര വരച്ചാൽ ഇവിടുന്ന് ഒരു വര വരച്ചാലും 4 കൂടുന്ന ജംഗ്ഷനാണ് ആജ്ഞാചക്രം. അപ്പം നമ്മുടെ ഉള്ളിൽ ആജ്ഞയിൽ സങ്കല്പിച്ച് മുകളിലേക്ക് മുരുക എന്നൊന്നും കണ്ണടച്ച് നീട്ടി വിളിച്ചാൽ മുകളിലേക്കുള്ള ആ ചക്രാസിൽ ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അത് നിങ്ങൾക്ക് വലിയ ഒരു പാപനാശനവും, നിങ്ങൾക്ക് ഈ മുരുകൻ്റെ അനുഗ്രഹം പെട്ടെന്ന് വരുന്ന ഒരു വിദ്യയാണ്. ഇപ്പം ആരും ഒരിടത്തും പറഞ്ഞു തരികയില്ല, കാരണം ഇത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ജന്മാനുജന്മങ്ങൾ തപസ്സിരുന്ന കിട്ടാത്ത കാര്യങ്ങളെ പറഞ്ഞു തരുന്നത്. ഇനിയും കേട്ടു, ഒന്നുകൂടെ കേട്ടു. ശിവനെ ത്രിസന്ധ്യയ്ക്ക് കൈയും കാലും മുഖവും കഴുകി കുളിമുറി എന്നും വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഒരു തവണ ഓം നമഃ ശിവായ എന്ന് ജപിക്കുക മതി, പിതൃപ്രീതി ഉണ്ടാകും. പിതൃപ്രീതി ഉണ്ടാകണമെങ്കിൽ ഞാനീ പറയുന്ന കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് ജപിക്കണം, വെറുതെ ജപിച്ചാൽ പോരാ. എന്താ മനസ്സിലാക്കേണ്ടത്? ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഭഗീരഥൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഭഗീരഥൻ്റെ ആ പിതൃക്കൾക്ക് എല്ലാം മോക്ഷം കിട്ടി. അതിന് കാരണം ശിവഭഗവാനാണ്, ശിവഭഗവാന്റെ അനുഗ്രഹമാണ്. അങ്ങനെ എത്രയോ പിതൃക്കൾക്ക് മോക്ഷം നൽകിയ ആ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കും ഉണ്ടാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഓം നമഃ ശിവായ എന്ന് വൈകിട്ട് കൈയും കാലും മുഖവും കഴുകി കുളിമുറി എന്ന് വടക്കോട്ട് നിന്ന് ജപിച്ചാൽ നിങ്ങളുടെ പിതൃക്കൾക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും ഉണ്ടാകും. പിതൃപ്രീതി ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ തൊടുന്ന കാര്യങ്ങളിലെല്ലാം വിജയിക്കാൻ പറ്റും. നല്ല തൊഴിൽ, നല്ല വിദ്യാഭ്യാസം, നല്ല കുടുംബം, നല്ല മക്കൾ, നല്ല കൊച്ചുമക്കൾ, ചേർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയം, സമ്പത്ത്, അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ, എവരിത്തിങ് പിതൃപ്രീതി കൊണ്ട് കൈവരുമെന്നുള്ളതാണ്. അത് നിങ്ങൾ പിതൃകൾക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കേണ്ട, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് പിതൃപ്രീതി ഉണ്ടായിക്കോളും. നിങ്ങൾ പിതൃക്കൾക്ക് ശാന്തി കിട്ടണമെന്ന് ഒന്നും പറയണ്ട. ഞാൻ പറയുന്ന ഈ മന്ത്രം ഈ പറയുന്ന സമയം ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ദിശയിലേക്ക് നോക്കി നിന്ന് ഈ പറഞ്ഞ സങ്കല്പത്തോടു കൂടി ചെയ്യണം. സങ്കല്പത്തോട് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ശിവഭഗവാൻ ഭഗീരഥൻ്റെ പിതൃക്കൾക്ക് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് പിതൃക്കൾക്ക് ആ ഒരു ശാന്തി കൊടുത്ത് മോക്ഷം കൊടുത്തതാണ് ശിവഭഗവാൻ. അപ്പോൾ ആ ശിവഭഗവാന് നിങ്ങളുടെ പിതൃക്കൾക്കും മോക്ഷം കൊടുക്കുവാൻ ഭഗവാന് സാധിക്കും. ഭഗവാൻ അത് നിങ്ങളെയും അനുഗ്രഹിക്കും. ഭഗവാൻ കരുണാനിധിയാണ്, ഭോലേനാഥനാണ് എന്ന് മനസ്സിലാക്കി വേണം ഓം നമഃ ശിവായ ജപിക്കാൻ. സങ്കല്പത്തിന് പ്രാധാന്യമുണ്ട്. നമ്മളൊരു പൂജ ചെയ്യുന്നു, ഒരു പൂവിട്ടാലും അതൊരു പൂർണ്ണമായ സങ്കല്പം മനസ്സിലുണ്ടാകണം. ആ പൂർണ്ണമായ സങ്കല്പത്തിൽ നിന്നേ പൂർണ്ണമായ സമർപ്പണം വരത്തുള്ളൂ. അങ്ങനെ ഒരു പൂവിട്ടാലും അത് ഫലമുണ്ടാകും. അങ്ങനെയാണ് പൂർണ്ണതയിൽ നിന്നും ജനിക്കുന്ന സങ്കല്പവും ആ സങ്കല്പത്തിൽ നിന്നുള്ള സമർപ്പണവുമാണ് പൂജ. അവിടെ മന്ത്രങ്ങൾ ജപിക്കുന്നതിനപ്പുറം ഒരു ഭഗവാനെന്നൊരു വിളി പോലും ഫലമാകും. അപ്പോൾ സങ്കല്പത്തിന് പ്രാധാന്യമുണ്ട്.
ഞാനൊക്കെ ക്രിയാകുണ്ടലിനി പ്രാണായാമ വിദ്യ സ്വീകരിക്കുമ്പോൾ എൻ്റെ ഗുരു പറഞ്ഞു തരും, ചക്രാസ് ഇങ്ങനെയുണ്ട്, ആ ചക്രാസിലൂടെ ശ്വാസം ഇങ്ങനെ പോകുന്നതായിട്ട് സങ്കല്പിക്കണം. അങ്ങനെ ക്രിയാകുണ്ടലിനി പ്രാണായാമം ചെയ്യുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. ആ സങ്കല്പം അവിടെ ഇല്ലെങ്കിൽ ആ ബലം അവിടെ ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ നാരായണനെ വിളിക്കുമ്പോൾ, ഞാനീ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി വിളിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്നത്. നിങ്ങൾ ഓം നമഃ ശിവായ ജപിക്കുമ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഭഗീരഥൻ്റെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടി ഭഗവാന്റെ അനുഗ്രഹത്താൽ എന്ന ചിന്തയോടെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്കും ആ ഭഗവാന്റെ അത്തരത്തിലുള്ള അനുഗ്രഹം വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കൂടുതൽ വ്യക്തമാക്കാൻ പറ്റത്തില്ല. ഇനിയും ഈ കാര്യങ്ങൾ തന്നെ ദിവസവും ചെയ്താൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. തീരാ ദുരിതങ്ങൾ വിട്ടൊഴിയും ആ കുടുംബത്തിൽ നിന്ന്. സർവ്വവിധ ദുരിതങ്ങളും മാറി സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഇതൊക്കെ എന്നാ തുക മുടക്ക് വരുന്ന കാര്യങ്ങളാണ്. 1 രൂപ പോലും മുടക്കില്ലാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇതുപോലെ ഒരിക്കലും ആരും പറഞ്ഞു തരത്തില്ല. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. ശരിയായ സങ്കല്പത്തിൽ ശരിയായ വിശ്വാസത്തിൽ ചെയ്താൽ ഫലമുണ്ടാകും. ഇനിയും ഈ പറയുന്നതും കൂടെ നിങ്ങൾ കേൾക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഫലം കിട്ടത്തുള്ളൂ. ശരിയായ വിശ്വാസം എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. ഈ വിശ്വാസം ഇപ്പം ചിലർ പറയും എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് ചിലർ വഴിപാട് ചെയ്യുന്നവരുണ്ട്. ശരിക്കും വിശ്വാസം ഇല്ലാത്തവരാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ശരിക്കും വിശ്വാസമുള്ളവർ പറയത്തില്ല. നല്ല വിശ്വാസത്തോടു കൂടി ഒരു കാര്യം ചെയ്താൽ അത് ഫലമാകും. നല്ല വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഉറച്ച ഒരു സങ്കല്പം ഉണ്ടാകണം. ഉറച്ച ഒരു സങ്കല്പം ഉണ്ടാകണമെങ്കിൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ അറിയണം, മനസ്സിലാക്കണം, നല്ല അറിവുണ്ടാകണം. നല്ലൊരു അറിവ് നല്ല ഉറച്ച സങ്കല്പം നൽകും. നല്ല ഉറച്ച സങ്കല്പം ഉറച്ച വിശ്വാസം നൽകും. അങ്ങനെയാണ് ഉറച്ച വിശ്വാസത്തിലേക്ക് വരുന്നത്. അല്ലാതെ ചുമ്മാ ഉറച്ച വിശ്വാസത്തിലേക്ക് വരത്തില്ല, മനസ്സിലാക്കുക. ഇനിയും ഇപ്പം പലരും പറയാറുണ്ട്, ഈ സാറേ എന്തു ചെയ്തിട്ടും എനിക്കൊരു മാറ്റവും വരുന്നില്ല, ഞാൻ ഭയങ്കര പാപം ചെയ്ത ആളാണ്, അല്ലെ കഷ്ടകാലമുള്ള ആളാണ്, വളരെ ദുരിതമുള്ളവരാണ്, എനിക്ക് എന്ത് ചെയ്തിട്ടൊരു മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് ചിലരെങ്കിലും പറയാറുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യം തന്നെയാണ് ഈ ജീവിതത്തിൽ രക്ഷപ്പെട്ടവർക്കും പറഞ്ഞു കൊടുത്തത്. പക്ഷേ അവരത് ശരിയായ വിശ്വാസത്തോടു കൂടി ചെയ്തു. നിങ്ങളുടെ മനസ്സിന് തേക്കമുണ്ട്, ശരിയാകുമോ, ഫലം കിട്ടുമോ? അപ്പം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് നിങ്ങൾക്കത് വേണ്ട രീതിയിൽ ഫലം കിട്ടാത്തത്. ഞാൻ ഒന്നുകൂടെ വിശദമാക്കാം. എൻ്റെ മുന്നിൽ, ഞാനിപ്പോൾ നേരിട്ട് കൺസൾട്ടിങ് ഇല്ലെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മുന്നിൽ വന്നിരുന്ന ഒരു വ്യക്തിയെ ഞാനിപ്പോഴും ഓർക്കുന്നു. അദ്ദേഹത്തിന് വളരെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടായ വ്യക്തിയാണ്. ദുരിതങ്ങളുടെ മണ്ടയ്ക്ക് ദുരിതങ്ങളായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥ എന്നോട് പറയുന്നു. വളരെ ദുരിതങ്ങളുള്ളത്. എന്നിട്ട് ഇദ്ദേഹം മുഖത്ത് നോക്കുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നൈരാശ്യമാണ്, പരാജയഭീതിയാണ്, ഇദ്ദേഹത്തിന് ആത്മനിന്ദയാണ്. എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എനിക്കൊന്നിനും കഴിവില്ല, ഞാൻ ജീവിതത്തിൽ നശിച്ചവനാണ്, ഞാൻ എന്ത് ചെയ്താലും രക്ഷപ്പെടത്തില്ല എന്ന് ഇദ്ദേഹം മനസ്സിലങ്ങ് ഉറപ്പിച്ചിരിക്കുക. മുഖത്ത് പോലും നോക്കാതെ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായി, അത് ഞാൻ മനസ്സിലാക്കി, ഇനി അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്കുക. അത് എനിക്കും മനസ്സിലായി, നിങ്ങൾക്കും മനസ്സിലായി. ഈ കഴിഞ്ഞ കാലങ്ങൾ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫലമുണ്ടാകും. അപ്പം അതിന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അത് ചെയ്തു. പിന്നീട് എന്നെ കാണാൻ വന്ന അയാൾ വളരെ സന്തോഷവാനും ജീവിതം ഒരുപാട് മാറിയിരുന്നു. അപ്പം ഞാൻ ഈ വിഷയം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ചിലരുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇപ്പം കല്യാണം നടന്നില്ല, വീട് വെച്ചില്ല, ഒരുപാട് തുക നഷ്ടപ്പെട്ടു, ജീവിതം താറുമാറായി, ഞാൻ ഇനി രക്ഷപ്പെടത്തില്ല, എങ്ങനെ രക്ഷപ്പെടാനാണ്, മനസ്സിലങ്ങ് ഉറപ്പിച്ച് നടക്കുന്നവർ. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഈശ്വരൻ എന്തെല്ലാം കഴിവുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ നടക്കാൻ പോലും കഴിയാതെ ഇഴഞ്ഞ് ജീവിക്കുന്നവരും ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഇവിടെ മാനസികമായ അവസ്ഥയുടെ പ്രശ്നമാണ്. ഇപ്പം ഞാൻ ഒന്നുകൂടെ വിശദമാക്കാം. ഒരു കപ്പിനകത്ത് വെള്ളം നിറച്ചിരിക്കുന്നു. ആ കപ്പിനകത്തോട്ട് ഈ കോഫി ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം കളഞ്ഞാലേ കോഫി ഒഴിക്കാൻ പറ്റത്തുള്ളൂ ആ കപ്പിനകത്തോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ വർഷങ്ങളായിട്ട് കഴിഞ്ഞു പോയ നിരാശയും പരാജയവും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുക. അത് എടുത്ത് കളഞ്ഞാൽ മാത്രമേ അതിനകത്തോട്ട് പുതിയ കാര്യം ഈശ്വരചിന്ത ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ പൂർണ്ണമായിട്ടും. അത് കളയേണ്ട നിങ്ങളാണ്, വേറൊരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല.
അത് അവനവനാണ് അവനവൻ്റെ മനസ്സിലെ പഴയ കാലങ്ങളിൽ സംഭവിച്ച സർവ്വ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അങ്ങനെയുള്ള ആ ചിന്തകളെല്ലാം എടുത്തു കളയേണ്ടത് അവനവനാണ്. എങ്കിൽ മാത്രമേ പുതിയ കാര്യങ്ങൾ മനസ്സിലേക്ക് കയറി വരത്തുള്ളൂ, അതിനെ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ, ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്താൽ ബലമുണ്ടാകത്തുള്ളൂ. അത് നിങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ എൻ്റെ മനസ്സിലെ നിരാശകൾ എല്ലാം പോയെന്ന് വിചാരിച്ചാൽ ഒന്നും പോകത്തില്ല. അവിടെയാണ് അതിൻ്റെ രഹസ്യം കിടക്കുന്നത്. നമ്മളൊക്കെ മനുഷ്യരാണ്. ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ കാലത്ത് ഉണ്ടായ സാമ്പത്തിക നഷ്ടങ്ങളും അല്ലെങ്കിൽ നമ്മളെ ചതിച്ചവരെയും ഒക്കെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. നമ്മളത് മനസ്സിൽ നിന്ന് കളഞ്ഞെന്ന് വിചാരിക്കുന്നവരും പിന്നെ മനസ്സിലേക്ക് കയറി വരും. അപ്പോൾ എന്താ ചെയ്യുന്നത്? മനസ്സിന് വേണ്ടത് മാനസികമായ ഒരു മാറ്റമാണ്. ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ മനസ്സിന് പുതിയ ഒരു അനുഭവം കൊടുക്കണം. അല്ലാതെ ചിന്തിച്ചാൽ ഒന്നും മനസ്സിൽ നിന്നൊന്നും മാറത്തില്ല. പുതിയ ഒരു അനുഭവം മനസ്സിന് കൊടുക്കണം. പുതിയൊരു അനുഭവത്തിലൂടെ മനസ്സ് പഴയ കാര്യങ്ങളെ മുഴുവൻ മനസ്സിൽ നിന്ന് കളയും. കാരണം പുതിയ ഒരു അനുഭവം കൊടുക്കണം. പുതിയ അനുഭവം എങ്ങനെയാണ് മനസ്സിന് കൊടുക്കുന്നത്? നമ്മൾ ഇപ്പോൾ ഉപവാസം എടുക്കാറുണ്ട് അല്ലേ നമ്മൾ ഒരിക്കലെടുക്കാറുണ്ട്. അതൊരു പുതിയ അനുഭവമാണ്. കാരണം നമ്മളുടെ പല ഇഷ്ടങ്ങളെയും ഉപേക്ഷിച്ച് ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് വെള്ളവും കുടിച്ച് മറ്റു 2 നേരവും അരിയല്ലാത്ത ചപ്പാത്തി ഫ്രൂട്ട്സൊക്കെ കഴിച്ച് വെള്ളം കുടിച്ച് ഈശ്വര ചിന്തയോടുകൂടി ഒരു ദിവസം കഴിഞ്ഞു കൂടുന്നു. അങ്ങനെ ഒരു അനുഭവം കൊടുക്കുമ്പോൾ മനസ്സൊന്ന് പാകപ്പെടും. മനസ്സിനൊരു പുതിയ അനുഭവമാണ്. അതുകൊണ്ടാണ് വ്രതങ്ങൾക്ക് ജീവിതം മാറ്റാൻ കഴിവുണ്ട്. അതുപോലെ യാത്രകൾക്ക് നമ്മളിപ്പം ദൂരെ ഇപ്പം എല്ലാവരും ശബരിമല പോകുന്നു. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അയ്യപ്പസ്വാമിയുടെ ശക്തി 1. 2, ആ ഒരു യാത്ര അവർക്ക് ഒരു ഈശ്വരീയമായ അനുഭവം, മനസ്സിൻ്റെ ബ്ലോക്കുകൾ മാറ്റാൻ ഉപകരിക്കും. നല്ലൊരു യാത്രയാണ്. ആ യാത്രയെ കാണുന്ന കാടും മേടും ശരണം വിളിയും എല്ലാം അവരുടെ മനസ്സിലേക്ക്, അവരുടെ മനസ്സൊന്ന് പാകപ്പെട്ട് ആ കൂടുതൽ ഈശ്വരീയത മനസ്സിലേക്ക് നിറയും. അതാണ് അതിൻ്റെ അകത്തെ രഹസ്യം. അതുകൊണ്ടാണ് എത്ര കഷ്ടപ്പെട്ടാലും ആ വർഷമാകുമ്പോൾ എത്ര ദൂരെ ഉള്ളവരും കാടും മേടും താണ്ടി കല്ലും മുള്ളും താണ്ടി ശബരിമലയിലെത്തുന്നത്. അപ്പം അതൊരു അനുഭവമായതുകൊണ്ടാണ്. പുതിയ അനുഭവങ്ങൾക്ക് മനസ്സിനെ മാറ്റാൻ പറ്റും, മനസ്സിനെ പരിപാകപ്പെടുത്താൻ പറ്റും. അപ്പം പിന്നെ പഴയ കാലത്തെ വേദനകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ നിന്ന് പോകും. അങ്ങനെ പുതിയ അനുഭവങ്ങൾ കൊടുക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ വ്രതങ്ങൾ ആചരിക്കുക. അതുപോലെ ഗുരുവായൂർ പത്മനാഭസ്വാമി ക്ഷേത്രം, അങ്ങനെ നിങ്ങളവിടെ ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. നല്ലൊരു യാത്രയും ഈശ്വരാനുഭവം കൂടെ ആകുമ്പം നിങ്ങളുടെ മനസ്സിൽ ഈശ്വരീയത മുഴുവൻ നിറയും. മനസ്സിൽ ഈശ്വരീയത നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ പഴയ കാലത്തെ ദുരിതങ്ങൾക്കൊന്നും മനസ്സിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ആ മനസ്സിൽ കിടക്കുന്ന പഴയ കാലത്തെ ചിന്തകളാണ് ഈശ്വരീയമായ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തടസ്സം. അതിൻ്റെ തടസ്സം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അത് വേറൊരാൾക്കും മാറ്റാൻ പറ്റത്തില്ല. അതിന് മനസ്സിന് പുതിയ അനുഭവങ്ങൾ കൊടുക്കണം. അതിന് ഏറ്റവും നല്ലതാണ് മെഡിറ്റേഷൻ. പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മനസ്സിന് പുതിയ മാറ്റമുണ്ടാകും. ശിവോഹം 3 തവണ വാഗൊണ്ട് ഉച്ചരിച്ച് കണ്ണടച്ച് വെറുതെ ഉള്ളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കറുത്ത രൂപത്തിൽ ഒരു ശിവരൂപം ധ്യാനിച്ച് അതിൽ ലയിച്ചിരിക്കുക. മനസ്സ് മുഴുവൻ ക്ലിയർ ആവും. അപ്പോൾ പുതിയൊരു അനുഭവം മനസ്സിന് കിട്ടുന്നത്. അപ്പോൾ ഈ പുതിയ അനുഭവങ്ങളാണ് ജീവിതം മാറ്റുന്നത്. അതുപോലെ വ്രതം, ഉപവാസം, അന്നദാനം കൊടുത്തു നോക്കിക്കേ. അന്നദാനം കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു ഒരു ആളുകൾ, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ആളുകളുടെ വയറ് നിറയുമ്പം നിങ്ങളുടെ മനസ്സിന് വലിയൊരു ശുദ്ധി ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ അന്നദാനം ചെയ്യുമ്പോൾ ആ ജീവിതത്തിൽ കൂടുതൽ മാറ്റം വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോഴാണ് നിങ്ങളൊരു യഥാർത്ഥ മനുഷ്യനാകുന്നത്. ചുമ്മാ അവരും പറയുന്ന കേട്ടിട്ടോ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിലോ ഒന്നുമല്ല കാര്യം. നിങ്ങളുടെ മനസ്സ് മാറണം, നിങ്ങളുടെ മനസ്സ് പരിപാകപ്പെടണം. നിങ്ങളുടെ മനസ്സിൽ പഴയ കാലത്തെ വിഷമവും നൈരാശ്യവും ഒക്കെ ഉണ്ട്. അതൊക്കെ മാറി മനസ്സ് പുതിയ ഈശ്വരീയമായ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ മനസ്സ് പരിപാകപ്പെടണം. അതിന് മനസ്സിന് പുതിയ അനുഭവം കൊടുക്കണം. ആ അനുഭവം കൊടുക്കാനാണ് മന്ത്രജപം, ഉപാസന, വ്രതം, അന്നദാനം, ഈ ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി ഈശ്വര ദർശനം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ ചിലർ ക്ഷേത്രത്തിന് ചുറ്റും ഈ ശയനപ്രദർശനം ചെയ്യും. എന്തിനാ? അതൊരു പുതിയ അനുഭവമാണ്. അപ്പോൾ ആ മനസ്സ് പുതിയ രീതിയിലുള്ള ഈശ്വരീയത ഉൾക്കൊള്ളുക. പുതിയ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിനെ പുതിയ അവസ്ഥയിലേക്കാക്കും. അതുകൊണ്ടാണ് അപ്പോൾ ചിലർ നമ്മൾ കണ്ടില്ലേ വേല ഇതുവഴി ഇങ്ങനെ കുത്തി ഇറക്കി. അത് ഒരു സമർപ്പണമാണ്, ഒരു ത്യാഗമാണ്, പുതിയൊരു അനുഭവമാണ്. അപ്പോൾ മനസ്സ് പുതിയ രീതിയിൽ പരിപാകപ്പെടും. മനസ്സിന് പുതിയ ഈശ്വരീയമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ളൊരു കഴിവുണ്ടാവുകയാണ്. അതൊക്കെ വഴിപാടായിട്ട് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്.
ഇതൊക്കെ ഇങ്ങനെ പുതിയ പുതിയ അനുഭവങ്ങളാണ് ജീവിതം മാറ്റുന്നത്. അല്ലാതെ നമ്മൾ പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് പഴയ ചിന്തകളെല്ലാം പോയി എന്നൊന്നും പറഞ്ഞാലോ അല്ലെ കണ്ണാടി നോക്കി പറഞ്ഞാലോ അങ്ങനെയൊന്നും പോകുന്നതല്ല ചിന്തകൾ. മനസ്സിനാവശ്യം അനുഭവങ്ങളാണ്. അനുഭവങ്ങളുടെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സ് പുതിയ രീതിയിൽ പരിപാകപ്പെടും. മനസ്സ് പുതിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങൾക്ക് സ്വയം ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് ആ വണ്ടി ഓടിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിലേ അത് ശരിക്കും കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ വിശ്വാസം പ്രധാനമാണ്. ആ വിശ്വാസം ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് അവനവൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടി ഏത് കാര്യം ചെയ്താലേ അത് വിജയിക്കത്തുള്ളൂ. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവനവൻ തന്നെ വിശ്വസിക്കുക ഞാൻ രക്ഷപ്പെടത്തില്ല എന്നങ്ങ് നൈരാശ്യമായിട്ട് നടന്നാൽ അത് അവനവൻ്റെ ഉള്ളിൽ ആ ഈശ്വരീയത മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ്. ഉള്ളിൽ മുഴുവൻ നൈരാശ്യബോധം ഉണ്ടെങ്കിൽ ഈശ്വരീയത അതിനകത്ത് ഉൾക്കൊള്ളത്തില്ല. കാരണം ഒരു പാത്രത്തിനകത്ത് മുഴുവൻ വെള്ളമാണെങ്കിൽ ആ വെള്ളം എടുത്ത് കളഞ്ഞാലല്ലേ അതിൻ്റെ അകത്ത് വേറെ കോഫിയോ വല്ല ഒഴിക്കാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിൽ മുഴുവൻ വെളിയിൽ പോകണം. അപ്പോൾ ഇന്ന് എന്നോട് ഒരു അമ്മ സംസാരിച്ചു. അമ്മയുടെ നോക്കിയില്ല കേട്ടോ, നോക്കിയിട്ടില്ല. അപ്പോൾ അമ്മ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, അമ്മയ്ക്ക് ഇത്ര വയസ്സായി, 65 വയസ്സായി, എല്ലാ ദിവസവും ദുരിതങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോനെ രക്ഷപ്പെടാനൊരു വഴി പറഞ്ഞു തരണേ. ഞാൻ നോക്കിയിട്ടില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് അമ്മയ്ക്ക് എൻ്റെ ഒരു അറിവ് പറഞ്ഞു കൊടുത്തു. എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഈ അമ്മ മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഈ 65 വയസ്സ് വരെ മുഴുവൻ ദുരിതങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒരു ഭാഗ്യമില്ലാത്ത വ്യക്തിയാണ്, ഈശ്വരാനുഗ്രഹം ഇല്ലാത്ത വ്യക്തിയാണ്, ഞാൻ രക്ഷപ്പെടത്തില്ല എന്ന് ഉറപ്പിച്ചിരിക്കുക മനസ്സിൽ. ആ മനസ്സിലേക്ക് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കയറി. അതായത് ചില കാര്യങ്ങൾ അങ്ങോട്ട് അമ്മയോട് പറഞ്ഞു കൊടുത്തു, ലളിതമായിട്ടുള്ള വളരെ ചുരുക്കി. ഞാൻ പറഞ്ഞു അമ്മയുടെ നക്ഷത്രം ഏതാണ്? അപ്പോൾ ഇന്ന നക്ഷത്രമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഈ നക്ഷത്രക്കാർ ഇന്ന കാര്യം ചെയ്താൽ രക്ഷപ്പെടും ഭദ്രകാളിക്ക്. പക്ഷേ ഇപ്പം ഉദാഹരണം ചോദ്യ നക്ഷത്രമാണെന്ന് വിചാരിച്ചു. ചോദ്യ നക്ഷത്രക്കാർ ദേവിയെ വിളിച്ചാൽ രക്ഷപ്പെടും. പക്ഷേ എല്ലാവരും രക്ഷപ്പെടും എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആത്മാർത്ഥമായിട്ട് വിളിക്കുന്നവർ രക്ഷപ്പെടും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ ചോദ്യ നക്ഷത്രക്കാർ ദേവിയെ മനസ്സിൽ ഭക്തിയോടെ, ബഹുമാനത്തോടെ, സ്നേഹത്തോടെ മനസ്സിൽ കൊണ്ടു നടന്ന് അതുപോലെ വഴിപാടുകൾ ചെയ്തവർ വലിയ സമ്പന്നരായവരെ എനിക്കറിയാം. അതൊരു രഹസ്യമാണ്. പക്ഷെ മനസ്സിൽ വേണം, മനസ്സിൽ കൊണ്ടു നടക്കണം, സ്നേഹത്തോടെ, ഭക്തിയോടെ. എന്നിട്ടൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ എണ്ണയാണെങ്കിലും കൊടുത്താൽ മതി, കൊടുക്കുന്നതിലല്ല, മനസ്സ് കൊടുക്കുന്നതില്ല കാര്യം. അങ്ങനെ വലിയ സമ്പന്നരായവരെ എനിക്കറിയാം. അതിനകത്ത് അവരൊക്കെ വലിയ ദുരിതങ്ങളിൽ കടന്നവർ തന്നെയാണ്, അതും എനിക്കറിയാം. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്? നിങ്ങൾ ആദ്യം വിശ്വസിക്കേണ്ട കാര്യം നിങ്ങൾക്ക് മാറാൻ പറ്റും എന്നുള്ളത് ആദ്യം വിശ്വസിക്കേണ്ടത്. ആർക്ക് മാറ്റാൻ പറ്റും? ഭദ്രകാളിക്ക് മാറ്റാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഭദ്രകാളി നിങ്ങളുടെ മനസ്സിലേക്ക് വരത്തുള്ളൂ. മനസ്സിലേക്ക് അമ്മ വരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത്. മനസ്സിലേക്ക് കയറി വരണം. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ പോയി ചെമ്പരത്തിമാലയും കടുംപായസവും ഭദ്രകാളിയമ്മയ്ക്ക് ഒരു 6-നും 6:30-ക്കും ഇടയ്ക്ക് ചെയ്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുക. പക്ഷേ ഇതുവരെ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കരുത്, വലിയ മാറ്റമൊന്നും വരത്തില്ല. ഞാൻ പറയുന്ന പോലെ ഇനിയും പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? പ്രാർത്ഥിക്കുന്ന സമയം ഇതുവരെ പ്രാർത്ഥിച്ചത് എന്താണോ അതിനേക്കാൾ കുറച്ചുകൂടി ആത്മാർത്ഥമായി, കുറച്ചുകൂടി സ്നേഹത്തിൽ, കുറച്ചുകൂടി ഭക്തിയിൽ, സംശയമില്ലാതെ ഹൃദയത്തിൽ അമ്മയെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഉറപ്പായിട്ട് രക്ഷപ്പെട്ടിരിക്കും. കാരണം ഞാനങ്ങനെ പറഞ്ഞു ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. 10 രൂപ തികച്ചെടുക്കാനില്ലാത്തവർ ഇന്ന് വളരെ സമ്പന്നരായ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ജീവിതങ്ങൾ മാറിയിട്ടുണ്ട്. അത് അവർ കൂടെ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അമ്മ സന്തോഷത്തോടെ പറഞ്ഞു, ചെയ്യാൻ മോനെ അങ്ങനെയെന്ന് പറഞ്ഞു. ചെയ്താൽ ബലമുണ്ടാകും. ഇത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അവനവൻ്റെ ഇഷ്ടമാണ്. ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് മനസ്സിലാക്കാം. എവിടെയോ വായിച്ചതാണ്, എവിടെയാണെന്ന് ഓർക്കുന്നില്ല. ഒരിക്കൽ സോക്രട്ടീസിൻ്റെ ശിഷ്യൻ ചോദിച്ചു, തീവ്രമായ ആഗ്രഹം എന്തും നേടിയെടുക്കാൻ പറ്റും എന്ന് കേട്ടിട്ടുണ്ട് ഗുരു, അതെങ്ങനെയാണ്, അതെന്തുകൊണ്ടാണ് എന്ന് സോക്രട്ടീസിൻ്റെ ശിഷ്യൻ ചോദിച്ചു. തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ എന്തും നേടിയെടുക്കാൻ പറ്റും എന്ന് ഈ സോക്രട്ടീസിൻ്റെ ശിഷ്യൻ കേട്ടിട്ടുണ്ട്, പക്ഷേ അത് മനസ്സിലാകുന്നില്ല. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, ശരി. പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ ആ ശിഷ്യനെയും കൊണ്ടൊരു ആറ്റുതീരത്ത് പോയി. എന്നിട്ട് ശിഷ്യൻ്റെ തല പിടിച്ച് ആറ്റിനകത്ത് മുക്കി കുറേ നേരം പിടിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യൻ കിടന്ന് പെടയുക.
അവസാനം കുറേ നേരം പിടിച്ചു കഴിഞ്ഞ് പുള്ളി അങ്ങ് കൈവിട്ടപ്പോൾ ശിഷ്യൻ ഈ തല ഉയർത്തി മുകളിലേക്ക് വന്ന് ആ ശ്വാസം കിട്ടിയപ്പോൾ വലിയ ആശ്വാസം. അപ്പോൾ സോക്രട്ടീസ് ചോദിച്ചു, നീ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്താ? എൻ്റെ തലേന്ന് നിങ്ങളുടെ കൈ മാറി എനിക്ക് ഇച്ചിരി ശ്വാസം കിട്ടണമെന്ന് ആഗ്രഹിച്ചു. അപ്പം നിങ്ങൾ അത്രയും തീവ്രതയോടുകൂടി ഏതൊരു കാര്യം ഒറ്റ കാര്യം മാത്രം ആഗ്രഹിച്ചാൽ നടന്നിരിക്കും. അത്ര തീവ്രത വേണം ആഗ്രഹത്തിന്. അത് മനസ്സിലാക്കാൻ വേണ്ടി, അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അതിനുവേണ്ടി ആ പുള്ളി അങ്ങനെ ഒരു ഉദാഹരണത്തിലൂടെ കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു കാര്യം ഏറ്റവും കൂടുതൽ, ഒറ്റ കാര്യം ഏറ്റവും കൂടുതൽ തീവ്രതയോടെ മറ്റു ചിന്തയില്ലാതെ ആഗ്രഹിച്ചാൽ അത് നടന്നിരിക്കും. അതിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു ഭദ്രകാളിയമ്മയോടാണേലും അല്ലെങ്കിൽ ഒരു കൃഷ്ണനോടാണേലും ഒറ്റ ചിന്തയിൽ നിങ്ങളുടെ മനസ്സിലെ മറ്റു ചിന്തകളൊന്നുമില്ലാതെ പ്രാർത്ഥിച്ചാൽ അത് നടന്നിരിക്കും. എൻ്റെ അടുത്ത് വന്ന ഒരു ഫയൽ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് അവരെ സംബന്ധിച്ചോളം അത് വലിയ ഒരു ഫയലാണ്, അവരുടെ ജോലിക്ക് തന്നെ പ്രശ്നം വരുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, അവർ ആ ഫയൽ നഷ്ടപ്പെട്ട അവസ്ഥയിൽ വിഷമത്തോടെ നിരാശയോടെ ഞാൻ പറയുന്ന കാര്യം ചെയ്താൽ ഫലം ഉണ്ടാകത്തില്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ നിരാശ മാറ്റുക. എന്നിട്ട് ഭദ്രകാളിക്ക് ഞാൻ പറയുന്ന ഈ ഒരു വഴിപാട് നേരുക, അത് കിട്ടും. പിറ്റേ ദിവസം 5 മണിക്കിപ്പുറം ഫയൽ കിട്ടി. ഞാൻ പറഞ്ഞ ഭദ്രകാളിക്ക് ഒരു വഴിപാട് ചെയ്തു. അവർ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ മനസ്സിലെ നിരാശ മാറ്റിയിട്ട് ഭദ്രകാളിയെ വിളിച്ചപ്പോഴാണ് ഫലം ഉണ്ടായത്, അല്ലെങ്കിൽ ഫലം ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞു. അപ്പോൾ അത് അവരുടെ മനസ്സിലെ നിരാശ മാറ്റിയിട്ട് വിളിച്ചപ്പോഴാണ് ഫലം ഉണ്ടായത്. അപ്പം അതിനകത്തെ കാര്യം നിങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ക്ഷേത്രത്തിൽ പോകുമ്പോഴും മനസ്സിലെ എല്ലാവിധ നിരാശകളും കഴിഞ്ഞ കാല അനുഭവങ്ങളും എടുത്ത് മനസ്സിൽ നിന്ന് കളയുക. അപ്പം മനസ്സിൽ ഈശ്വരചിന്ത മാത്രം ഉണ്ടാകുക. അതിന് നിങ്ങൾക്ക് അത് ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ശിവോഹം ജപിച്ച് ധ്യാനിക്കാം. അപ്പം മനസ്സിലേക്ക് പുതിയൊരു അനുഭവം കൊടുക്കാൻ പറ്റും. എന്നിട്ട് ക്ഷേത്ര ദർശനം ചെയ്യുക, ഫലമുണ്ടാകും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. ഇത്രയും പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ ശിവവിദ്യ ചെയ്യുന്ന ആളാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഭഗവാന്റെ അനുഭവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഇതുപോലെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. ഇത് മനസ്സിലാക്കിയാൽ ഇതോടെ നിങ്ങളുടെ ജീവിതം മാറി. മനസ്സിലാക്കിയില്ലേ പിന്നെയും ഓരോ കാര്യങ്ങളുടെ പുറകെ നടന്നുകൊണ്ടിരിക്കും. ഇനിയും വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശി അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ രാവിലെ 6-നും 6:30-ക്കും ഇടയ്ക്ക് അനാദി മന്ത്രാർച്ചന ചെയ്യുന്ന നല്ലതാണ്. അനാദി മന്ത്രം കുടുംബത്തിലെ അഖില പിതൃക്കൾക്കും ഒരു ഈ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. അതിന് കൂടെ ഒരു പാൽപ്പായസവും ചെയ്താൽ നല്ലതാണ്. വെളുത്തവാവ് കഴിഞ്ഞ് ഒന്നുകൂടെ പറയാം കേട്ടോ. വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശി അടുത്തുള്ള കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ അനാദി മന്ത്രാർച്ചന, പാൽപ്പായസം ഇത് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ കറുത്തവാവിന് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭദ്രകാളിക്ക് കടുംപായസം നൽകുന്നതും അതുപോലെ കുളമുള്ള ഭദ്രകാളി ക്ഷേത്രം തിരഞ്ഞെടുത്ത് മലരുകൊണ്ട് മീനൂട്ട് നടത്തുന്നതും പെട്ടെന്ന് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ നല്ലതാണ്. പിതൃപ്രീതി ഉണ്ടാകും. ഇനി കർമ്മദോഷങ്ങൾ പെട്ടെന്ന് മാറ്റാനുള്ള ശക്തി മുരുകനുണ്ട്. മുരുകൻ്റെ രഹസ്യം അറിഞ്ഞുകൊള്ളുക, മുരുകനുണ്ട്. അപ്പം മുരുകന് ഭസ്മം നൽകിയാൽ പെട്ടെന്ന് കർമ്മദോഷം മാറും. ഭസ്മം മുരുകന് നൽകിയാൽ അത് ചൊവ്വാഴ്ച നൽകുന്ന നല്ലതാണ്. ഒരു കൂടി ഭസ്മം നൽകുന്ന നല്ലതാണ്. പിന്നെ നിങ്ങളുടെ പക്കനാളിന് മുരുകന് പഞ്ചാമൃത അഭിഷേകം ചെയ്താലും പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. തലേദിവസം ബുക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇതൊക്കെ നിങ്ങളുടെ സാമ്പത്തികം പോലും നിങ്ങളുടെ ആവശ്യം പോലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക. ഞാൻ എൻ്റെ അനുഭവങ്ങളും ഒക്കെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു വിളക്ക് 2 തിരിയിട്ട് കത്തിക്കുന്നതിനേക്കാൾ നല്ലത് 5 തിരിയിട്ട് കത്തിക്കുന്നതാണ്. 2 തിരിയിട്ട് കത്തിച്ചാൽ കലഹം, വഴക്ക്, മനസ്സിന് ടെൻഷന്, പ്രശ്നങ്ങൾ ഇതൊന്നും മാറത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്നോട് ഒരാൾ സംശയം ചോദിച്ചു. അതിന് ഞാൻ അദ്ദേഹത്തിന് വാട്സപ്പിൽ മറുപടി കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി അതൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. എൻ്റെ അറിവാണ് പറയുന്നത്. അതായത് 2 തിരിയിടുന്നതും 5 തിരിയിടുന്നതായിട്ട് വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഐശ്വര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 5 തിരി തന്നെ ഇടണം. നമ്മളെപ്പോഴും ജീവിതം മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്, പുറകോട്ട് പോകാനല്ല. അപ്പോൾ ഒരു പുരോഗതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ നിങ്ങൾക്ക് ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും വഴക്കുകളിലുമാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. പക്ഷേ നിങ്ങൾക്കൊരു ഉയർന്ന ഒരു ജീവിതഗതി വേണമെന്നുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യണം. 5 തിരിയിട്ട് കത്തിക്കണം. ഇനി 5 തിരിയിട്ട് കത്തിക്കുന്നതിനകത്തെ രഹസ്യം എന്താണ്? വിളക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ഉള്ളിലെ ഈശ്വരീയതയെ നമ്മൾ നോക്കിക്കാണുന്നത് ഈ വിളക്ക് ഇങ്ങനെ തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് അല്ലേ? വിളക്കിൻ്റെ മുന്നിൽ നിന്ന് നാമം ജപിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഈശ്വരീയത വർദ്ധിക്കുക, അതിനൊരു മാധ്യമം വേണം അല്ലേ? അതുകൊണ്ട് വിളക്കിൻ്റെ അഗ്നിക്ക് ശക്തിയുണ്ട്. അഗ്നി ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ വിളക്കിൻ്റെ ചുറ്റും ഇരുന്ന് വിളക്കിൻ്റെ മുന്നിൽ നമ്മൾ നാമങ്ങൾ ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഈശ്വരീയതയാണ് വർദ്ധിക്കുന്നത്. അതുപോലെ മന്ത്രജപം അന്തരീക്ഷത്തിൽ ഉണ്ടാകുമ്പോൾ ഈ വിളക്കിലെ ഓരോ നാളത്തിനും ആ ഒരു എനർജി കൈവരും, ആ മന്ത്രത്തിൻ്റെയും കൂടെ ശക്തി. അപ്പം വിളക്കിൻ്റെ ചുറ്റും 5 തിരിയിടുമ്പോൾ വിളക്കിന് ചുറ്റും ആ മന്ത്രശക്തിയോട് കൂടി ആ എനർജി പ്രകാശം ഒരേ അളവിൽ 5 തിരിയിടുമ്പോൾ ഏകദേശം ഒരേ അളവിൽ ആ ചുറ്റും പരക്കും, വീട് മുഴുവൻ പരക്കും. അതാണോ കൂടുതൽ ഐശ്വര്യം തരുന്നത്? വെറും 2 തിരിയിടുമ്പോൾ മാത്രം പരക്കുന്ന എനർജിയാണ്? നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക. ഒരുപാട് വർഷമായിട്ട് കലഹം, ദാരിദ്ര്യം, കഷ്ടപ്പാട്, ദുരിതം, വഴക്കുകളെ എല്ലാം ഉണ്ടായിരുന്ന വീടുകളിൽ 2 തിരി മാറ്റി 5 തിരിയിട്ട് ഞാൻ ചെയ്തവരെല്ലാം ജീവിതത്തിൽ സമാധാനം, സന്തോഷം, ഐശ്വര്യം, സമ്പത്ത് ഉണ്ടായിട്ടുണ്ട്. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്, മനസ്സിലാകുന്നുണ്ടോ? ഇനി എള്ളെണ്ണ ഉപയോഗിക്കണം. എള്ളെണ്ണ നമ്മൾ കടയിൽ കിട്ടുന്ന സാധാരണ എള്ളെണ്ണ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അത് ഉപയോഗിച്ചാലും ബലം കിട്ടും. നെയ്യ് ഒക്കെ ഉപയോഗിച്ചാൽ നല്ലതാണെന്ന് പലരും പറയും. എൻ്റെ ഒരു അഭിപ്രായം പറയാം. നെയ്യ് ഉപയോഗിക്കുമെങ്കിൽ വ്യാഴാഴ്ച മാത്രം ഉപയോഗിക്കുക, ബാക്കി ദിവസങ്ങളിലൊന്നും ഉപയോഗിക്കേണ്ട. എള്ളെണ്ണ എന്നും ഉപയോഗിച്ചാലും നല്ലതാണ്. അങ്ങനെ ഞാൻ ചെയ്തെടുത്തൊക്കെ അതിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്നും കലഹവും വഴക്കും ദാരിദ്ര്യവും 10 രൂപ പോലും എടുക്കാനല്ലാത്തടത്ത് ഈ പറഞ്ഞ രീതിയിൽ വിളക്ക് തെളിയിച്ച് ഞാൻ പറഞ്ഞ രീതിയിൽ മന്ത്രം ജപിച്ചത് തന്നെ കലഹമൊക്കെ മാറി ഏറ്റവും സമാധാനം, സന്തോഷം, ഐശ്വര്യം, സാമ്പത്തികം ഉണ്ടായി വലിയ നിലയിൽ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. അപ്പം നിങ്ങൾക്കതൊരു ഫലമാകും, ഒരു സംശയവും മാറും. എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഞാനിന്നൊരാൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. ആ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കൂടെ അത് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനിക്കാം. നിങ്ങൾക്ക് 2 തിരിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരിയിട്ട് കത്തിച്ചോ. പക്ഷേ ഞാനീ പറഞ്ഞത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുക. ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്, എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ അറിവ് പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടമുണ്ട് സ്വീകരിക്കാനുള്ള തള്ളികളാണ്. അതുപോലെ ഓരോ കാര്യത്തിനകത്ത് ഓരോന്നിനകത്ത് ഓരോ കാര്യമുണ്ട്. നമ്മൾ പണ്ട് കാലങ്ങളിൽ വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഈ പൊളിഞ്ഞ് തകർന്നു കിടക്കുന്ന ചില വീടുകൾ, അല്ലെങ്കിൽ ആൾത്താമസമില്ലാതെ കിടക്കുന്ന ചില വീടുകൾ, പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളുടെ ഉയരം കുറവായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനൊരു കാര്യമുണ്ട്. എന്നാണെന്നറിയോ? ഇപ്പം വെക്കുന്ന വീടുകളൊക്കെ കട്ടളം നല്ല ഉയരത്തിലും അത് കഴിഞ്ഞ് കല്ല് കെട്ടി അല്പം ഉയരത്തിലാണ്. ഈ ഉയരം കുറഞ്ഞ വീടുകളിലേക്ക് വായു പ്രവാഹം കുറവായിരിക്കും. അപ്പോൾ അവിടെ താമസിക്കുന്നവർക്ക് ഓക്സിജൻ ലഭിക്കുന്ന ആ അളവിലായിരിക്കും. അതുകൊണ്ട് അവരുടെ ബുദ്ധിയെ, ചിന്തയൊക്കെ അത് സ്വാധീനിക്കും. കൂടുതൽ വായു ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ, വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഓക്സിജൻ കൂടുതൽ നമ്മുടെ ബ്രെയിന് കിട്ടുമ്പോൾ നമ്മുടെ ചിന്ത, നമ്മുടെ ബുദ്ധി, നമ്മുടെ ഐഡിയ ഒക്കെ വർദ്ധിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള വീടുകളിൽ അഭിവൃദ്ധി ഉണ്ടാകും. അല്ലാതുള്ള വീടുകളിൽ, ഈ പൊക്കം കുറഞ്ഞ വീടുകളിൽ കുറച്ച് വായുവാണ് പ്രവേശിക്കുന്നത്, അതിനനുസരിച്ചുള്ള ഓക്സിജനെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് മാനസികമായ നിരാശ, ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ മാനസികമായ ടെൻഷൻ കൂടുതലായിട്ട് അത് തൊഴിലിനെ ബാധിക്കും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് വീടൊക്കെ ഉപേക്ഷിച്ച് പോയി അവരൊക്കെ പോകുന്നത്. ഇത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ആഴത്തിൽ പരിശോധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അതിന് ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ വാസ്തു ഇപ്പം നോക്കുന്നവരുണ്ട്, നോക്കാത്തവരുണ്ട്. അത് തെറ്റും ശരിയൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പം നമ്മൾ സൈഡിൽ കാണാം, ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ചെറിയ ചെറിയ വീടുകൾ, അവരൊക്കെ വാസ്തു നോക്കിയിട്ടാണ് വെക്കുന്നത്. ഒരിക്കലും അല്ലായിരിക്കും, അതിന് സ്ഥലമില്ല. അത് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല, അത് അവരുടെ ശരിയാണ്. പക്ഷേ ചിലർക്ക് സ്ഥലം കുറവായിരിക്കും, അവിടെ വാസ്തു ഒന്നും നോക്കാൻ പറ്റത്തില്ല. അത് അവർക്ക് അങ്ങനെ പറ്റത്തുള്ളൂ, അത് അവരുടെ ശരിയാണ്, തെറ്റൊന്നും പറയാൻ പറ്റില്ല എന്ന് കരുതി. ഇപ്പോൾ സ്ഥലമുള്ളവരാണ്, നിങ്ങൾക്കതിനുള്ള സാഹചര്യമുണ്ടെങ്കിൽ ഊർജ്ജപ്രവാഹത്തിനനുസരിച്ച് വീടുകൾ വയ്ക്കുന്നത് നല്ലതാണ്. അതായത് കാറ്റ്, സൂര്യപ്രകാശം ഇങ്ങനെയുള്ള ഒരു ഊർജ്ജപ്രവാഹത്തിനനുസരിച്ചാണ് വീടുകൾ വയ്ക്കുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മുടെ അടുക്കള ആയിക്കോട്ടെ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അതിന് ചിട്ടപ്പെടുത്തി വാസ്തു അനുസരിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ വീട്ടിൽ ഇരിക്കുമ്പം, സിറ്റ് ഔട്ട് ഒക്കെ ഇരിക്കുമ്പം നല്ലൊരു ഊർജ്ജപ്രവാഹം ഒക്കെ അവിടെ ഉണ്ടായിക്കഴിയുമ്പം ആ വീട്ടിൽ വസിക്കുന്നവരുടെ കൂടുതൽ സമയവും നാം വീട്ടിൽ
കൂടുതൽ സമയവും പല സമയങ്ങളിലും കൂടുതൽ സമയമൊക്കെ വീട്ടിൽ ചിലപ്പോൾ ചിലവഴിക്കേണ്ടതായി വരാറുണ്ട്. അപ്പം നമ്മുടെ ചിന്ത, ബുദ്ധി ഇതൊക്കെ തെളിയുകയും നമുക്ക് പുതിയ ജീവിത മാർഗങ്ങൾക്കുള്ള ആശയങ്ങൾ മനസ്സിലുണ്ടാകുകയും ചെയ്യും. നല്ല ഒരു ഊർജ്ജപ്രവാഹമുള്ള സ്ഥലത്തിരുന്ന് ചിന്തിക്കുമ്പോൾ. അപ്പോൾ വീടുകൾ നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. അല്ലെങ്കിൽ നമുക്ക് ഈ മൊത്തം ഇറിറ്റേഷനായിരിക്കും. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോയാലും നമ്മൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പം ആ പോകുന്ന ഓഫീസിൽ ചെന്നാൽ അവനെ ആരോടും ദേഷ്യപ്പെടുക, ചിലപ്പോൾ വീട്ടിലുള്ള ചില കാര്യങ്ങളായിരിക്കാം, ഇങ്ങനെ ആ തൊഴിലിനെ ബാധിക്കാം. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അവനവൻ്റെ ശരി അനുസരിച്ച്, അവനവൻ്റെ ആവശ്യമനുസരിച്ച് ചെയ്യാം. അത് ആത്യന്തികമായിട്ട് തെറ്റ് ശരിയെന്നും പറയാൻ പറ്റത്തില്ല. ചിലരുടെ ശരി, ചിലരുടെ ചെയ്യുന്ന കാര്യങ്ങൾ അവരവരുടെ ശരിയാകാം. പക്ഷെ നമുക്ക് വേണ്ട എന്താണോ അതിൽ നിന്നും സ്വീകരിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു പോകുക എന്നുള്ളതാണ്. വേറൊരാളുടെ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യണമെന്നില്ല. നമ്മൾ ശരിയായിട്ട് ഏതൊരു കാര്യത്തെയും പഠിച്ച് അത് ചെയ്യുന്ന നന്നായിരിക്കും. അതാണ് അതിൻ്റെ അകത്തെ കാര്യം. അപ്പം ഇതിനകത്തൊക്കെ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യങ്ങളുണ്ട്. ഇന്ന കാര്യങ്ങളില്ലെന്ന് ചിന്തിക്കുന്നവന് ഒരു കാര്യവുമില്ല എന്ന് കരുതി അത് അങ്ങനെയുള്ള ജീവിതം ആത്യന്തികം വിജയമാണെന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ജീവിതത്തിലെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ രാവിലെ കണി കാണുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് കാര്യമുണ്ട്. നമ്മുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ നാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. നല്ലൊരു കാഴ്ച കാണുകയാണെങ്കിൽ മനസ്സിന് നല്ലൊരു ചിന്ത മനസ്സിലും വരും. എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മുടെ മനസ്സിനെ ഇപ്പം നമ്മൾ എഴുന്നേൽക്കുമ്പം ഒരു പൈപ്പിനകത്തുനിന്ന് വെള്ളം ഡിസോർഡറായിട്ട് പോകുന്നു. അപ്പോൾ ആ ഡിസോർഡർ എന്ന ഒരു ഫീലിങ്സാണ് മനസ്സിലുണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മുടെ അന്നത്തെ പല പ്രവർത്തികളിലും അത് നമ്മുടെ മനസ്സിൽ ആ ഡിസോർഡർ എന്നുള്ള കാര്യം പ്രതിഫലിക്കും. അപ്പോൾ നമ്മളും പല കാര്യങ്ങളും പ്രതികരിക്കുമ്പോഴും ഒക്കെ ഒരു ശരിയായ രീതിയിലായിരിക്കത്തില്ല. അപ്പോൾ ഈ നമ്മൾ കാണുന്ന കാര്യം നമ്മുടെ നമ്മുടെ ബോധം റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അത് ശവം കാണുന്നതല്ല എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ്? ശവം കാണുമ്പോൾ മനസ്സിലൊരു നിസ്സംഗതയാണ്. അപ്പം നിസ്സംഗത ഉണ്ടാകും. കാരണം ഇത്രയേ ഉള്ളൂ ജീവിതം. ആ നിസ്സംഗത ഉണ്ടാകുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത ശൂന്യത അനുഭവപ്പെടും. അപ്പം മനസ്സിൻ്റെ ആ ശൂന്യതയിലേക്ക്, ആ ഒരു നിഷ്കാമതയിലേക്ക് വരും. അതുകൊണ്ട് നമുക്ക് മനസ്സിനൊരു ശാന്തി ഉണ്ടാകും, പുതിയ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ടാണ്, അല്ല വേറെ കാര്യമൊന്നും. അപ്പം നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അല്ലാതെ ഈ കണി കാണുക എന്ന് പറയുന്ന എല്ലാ കാര്യത്തിനകത്തും കാര്യമുണ്ടെന്ന് ഞാൻ പറയത്തില്ല. ചില കാര്യങ്ങളിലുണ്ട്. ചില കാഴ്ചകൾ കാണുക, അതൊക്കെ ജീവിതത്തിൽ ഇപ്പം നമ്മൾ എഴുന്നേറ്റ ഉടനെ നമ്മൾ കൃഷ്ണൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ പോയി ഭഗവാന്റെ മുന്നിൽ കണ്ണു തുറക്കുക. ഇത് വിഷുവിന് മാത്രമല്ല, എന്നും ചെയ്യുക. അങ്ങനെ ഉണ്ണിക്കണ്ണനെ കണി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലും കുട്ടിത്തം ഉണ്ടാകും. കുട്ടികൾക്ക് നിരാശയില്ല, കുട്ടികൾക്ക് ഭയമില്ല. കുട്ടികൾ എന്തിനേയും മനസ്സിലാക്കാൻ എപ്പോഴും തുറന്ന മനസ്സാണ്. ആ സ്വഭാവം നമ്മളിലും ഉണ്ടായി വരും, നമ്മുടെ ബോധത്തിലും അതുണ്ടായി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളെപ്പോഴും ഗുരുവായൂർ പോകാൻ ഇഷ്ടപ്പെടുന്നത്? ഉണ്ണിക്കണ്ണൻ എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലെ ആ കുട്ടിത്ത ഭാവമാണ് വരുന്നത്. നമ്മുടെ മനസ്സിലെ കുട്ടികൾക്ക് ഭയമില്ല ഒന്നിനോടും, കുട്ടികൾക്ക് ഒന്നിലും വേവലാതിയില്ല, കുട്ടികൾക്ക് ഒന്നിനും സംശയമില്ല. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിനും ഉണ്ടാകും. അപ്പോൾ ആ മനസ്സിലേക്കാണ് ഈശ്വരീയത വരുന്നത്, പുതിയ കാര്യങ്ങൾ വരുന്നത്, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ളൊരു മനസ്സുള്ളവർക്കാണ്. മനസ്സിൽ ദേഷ്യവും വെപ്രാളവും വിഷമവും ഭയമുള്ളവനൊന്നും ഒരു കാര്യം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ എന്നുള്ളത് നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. ഉണ്ണിക്കണ്ണനെ കണ്ട് തൊടുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ശാന്തിയാണ്. അത് ആ ബാലഭാവമാണ്. അതാണ് അതിൻ്റെ അകത്തെ കാര്യം. ഇങ്ങനെ നമ്മളെ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ അനുവാദം ഇല്ലാതെ തന്നെ നമ്മുടെ പരിവർത്തനം വരുത്തുന്നുണ്ട്, നമ്മുടെ ബോധത്തെ സ്വാധീനിക്കുന്നുണ്ട്. വിത്തൗട്ട് യുവർ കൺസെൻറ്റ്, നമ്മുടെ അനുവാദം വേണ്ട. അതുകൊണ്ടാണ് നമ്മളിപ്പം ചില കണികൾ ഇപ്പോൾ ഒരു കണ്ണാടി പൊട്ടിയത് കണ്ടു. ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പൊട്ടൽ, അല്ലെങ്കിൽ ഒരു ബ്രേക്കിംഗ്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എന്നുള്ളൊരു പൊട്ടുക എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത്. ഇത് രാവിലെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ബോധം ഇത് റീഡ് ചെയ്യും. അത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളൊരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കാൻ പോകുമ്പോൾ ചിലപ്പം താഴെ വീഴുക, അല്ലെങ്കിൽ നമ്മൾ തട്ടി വീഴുക, അല്ലെങ്കിൽ നമ്മുടെ ഷർട്ടിലൊരു ചായ വീഴുക. ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് പല ഡിസോർഡറും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അന്നത്തെ ദിവസം ഉണ്ടാകാം. ഈ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്.
ഇതൊക്കെയാണ് അറിയേണ്ട കാര്യം. ഇതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള ഈ കാര്യങ്ങൾ അറിയുമ്പോഴാണ് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ ഫലം കാണുന്നത്. അതിനുവേണ്ടി പറഞ്ഞതാണ്. ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ല തള്ളിക്കളയാം. എൻ്റെ അറിവുകളും അനുഭവങ്ങളും നിരീക്ഷണങ്ങളുമാണ് പറഞ്ഞത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.